ഹലോ മക്കളെ, അപ്പോൾ നമ്മുടെ ട്രയൽ അലോട്ട്മെന്റ് വന്നു. നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്തിട്ടുണ്ടാവും? നിങ്ങൾ ട്രയൽ അലോട്ട്മെന്റ് നോക്കിയിട്ടുണ്ടാവും. ചിലർക്ക് കിട്ടിയിട്ടുണ്ടാവും. സ്കൂളിലൊക്കെ നിങ്ങൾ കൊടുത്ത ആ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ ചിലപ്പോൾ കിട്ടിയവരൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ കിട്ടാത്തവരുണ്ടാവും. അതൊന്നും നോ മാറ്റർ, നമുക്ക് +1 അഡ്മിഷനെ ബാധിക്കുന്ന കാര്യമില്ല എന്ന് ഞാൻ ആദ്യം പറഞ്ഞു തന്നിരുന്നു അല്ലേ. ഇനി ജൂൺ 5-ന് നമുക്ക് ഫസ്റ്റ് അലോട്ട്മെന്റ് വരാനുണ്ട്. അതാണ് മെയിൻ അലോട്ട്മെന്റ് എന്ന് പറയുന്നത്. നമുക്ക് സ്കൂളിൽ കിട്ടുമോ ഇല്ലയോ, അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെട്ട വിഷയം കിട്ടുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ഫസ്റ്റ് അലോട്ട്മെന്റ് ആണ് അല്ലേ. അപ്പോൾ ആ ഫസ്റ്റ് അലോട്ട്മെന്റിലേക്ക് നിങ്ങളെ പരിഗണിക്കോ ഇല്ലയോ എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളോട് പറയാനുള്ള മക്കളെ, നിങ്ങൾ ട്രയൽ അലോട്ട്മെന്റ് നോക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു hscap.kerala.gov.in എന്ന സൈറ്റിൽ നിങ്ങൾ കാൻഡിഡേറ്റ് ലോഗിൻ ഉപയോഗിച്ച് നിങ്ങൾ ലോഗിൻ ചെയ്യുകയും നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾ നോക്കുകയും ചെയ്തു. ആ സമയത്ത് അവിടെ താഴെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും, എഡിറ്റ് അപ്ലിക്കേഷൻ എന്നുള്ള. ആ എഡിറ്റ് അപ്ലിക്കേഷൻ എന്ന ലിങ്കിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ക്ലിക്ക് ചെയ്തിരുന്നോ? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തിരുന്നോ? ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫൈനൽ സബ്മിഷൻ നടത്തിയിട്ടുണ്ടാവണം. ഓക്കെ, ഫൈനൽ സബ്മിഷൻ നടത്താത്ത ഒരു കുട്ടിയെയും ഫസ്റ്റ് അലോട്ട്മെന്റിലേക്ക് പരിഗണിക്കില്ല. ഓക്കെ, എല്ലാവരും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തു വെച്ചോളൂ. ഇന്ന് 5 മണി വരെ മാത്രമാണ് അതിൻ്റെ സമയം. ഇന്ന് 5 മണി വരെയാണ് നിങ്ങൾക്ക് ഫൈനൽ സബ്മിഷൻ നടത്താനുള്ള സമയം. അതുകൊണ്ട് ആരെങ്കിലും അറിഞ്ഞോ അറിയാതെയോ ആ ഒരു എഡിറ്റ് അപ്ലിക്കേഷൻ എന്നുള്ള ലിങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും അവസാനം അപ്ലിക്കേഷൻ്റെ ഏറ്റവും അടിഭാഗത്തായിട്ട് ഫൈനൽ സബ്മിഷൻ എന്നുള്ള ഒരു ലിങ്ക് കൂടി ഉണ്ടാവും. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടാവണം. എന്നാലേ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റിലേക്ക് നിങ്ങളെ പരിഗണിക്കുകയുള്ളൂ. ഓക്കെ, ചില ആളുകൾ ചിലപ്പോൾ കൗതുകം കൊണ്ട് ചിലപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഒന്ന് എഡിറ്റ് അപ്ലിക്കേഷൻ ഇത് നിൽക്കി എന്ത് സംഭവിക്കും എന്ന് അറിയാൻ വേണ്ടിയിട്ടൊക്കെ ചിലപ്പോൾ ക്ലിക്ക് ചെയ്തവരൊക്കെ ഉണ്ടാവാം. അപ്പോൾ തീർച്ചയായിട്ടും മക്കളെ, നിങ്ങൾ ഫൈനൽ സബ്മിഷൻ ചെയ്യുക. ഇന്ന് 5 മണി വരെ സമയമുള്ളൂ. ചിലപ്പോൾ എന്തെങ്കിലും എഡിറ്റ് ചെയ്യാൻ വേണ്ടി മനഃപൂർവ്വം ക്ലിക്ക് ചെയ്താവാം അല്ലേ, സ്കൂൾ ആ ഒരു അറേഞ്ച്മെന്റ് മാറ്റാൻ വേണ്ടിയിട്ടൊക്കെ ക്ലിക്ക് ചെയ്താവാം. അപ്പോൾ അങ്ങനെയുള്ളവരാണെങ്കിലും ഇനി അറിയാതെ ക്ലിക്ക് ചെയ്തവരാണെങ്കിലും ഓക്കെ, എല്ലാവരും എന്ത് ചെയ്യാം, ആ ഫൈനൽ സബ്മിഷൻ നടത്താം. ഇനി എഡിറ്റ് ആപ്ലിക്കേഷൻ എന്നുള്ള ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ടില്ല, എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഞാൻ ക്ലിക്ക് ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഒന്നുകൂടി ഒന്ന് കാൻഡിഡേറ്റ് ലോഗിൻ ഉപയോഗിച്ച് ഒന്ന് വെരിഫൈ ചെയ്തോളൂ അവിടെ, അഥവാ ഇനി അങ്ങനെയാണോ കിടക്കുന്നതെന്നുള്ളത്. ഓക്കെ, അതെങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? നമ്മൾ എഡിറ്റ് ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ അലോട്ട്മെന്റ് റിസൾട്ടിന്റെ ആ ഒരു PDF വരുന്ന ആ ഒരു ലിങ്ക് ഉണ്ടല്ലോ, അതായിരിക്കും നമുക്ക് പേജിൽ വരിക. ഇനി അഥവാ എഡിറ്റ് ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഫസ്റ്റിലെ അലോട്ട്മെന്റ് നമ്മൾ ആ ഫില്ല് ചെയ്യുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, ആ പേരും അതുപോലെ ഹെൽത്ത്, ഏതൊക്കെ ക്ലബ്ബുകളുടെ മെമ്പേഴ്സാണ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സ്കൂളിൻ്റെയും സബ്ജക്റ്റിൻ്റെയും ഒക്കെ കോഡൊക്കെ ഉള്ള ഒരു പേജുകൾ ഉണ്ടല്ലോ, അത് കംപ്ലീറ്റ് വരും. ഓക്കെ, അപ്പോൾ എഡിറ്റ് ചെയ്യാൻ ആ എഡിറ്റ് ആപ്ലിക്കേഷൻ എന്നാൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ ഇന്ന് കൃത്യം ഒരു 5 മണിക്ക് മുമ്പ് തന്നെ, അതായത് ഒരു 4:30-ക്കെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് 5 മണിക്ക് മുമ്പായിട്ട് തന്നെ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, ഫൈനൽ സബ്മിഷൻ നടത്തിയിട്ടുണ്ടാവണം. എന്നാലേ നമുക്ക് +1-ൻ്റെ ആ ഒരു ഫസ്റ്റ് അലോട്ട്മെന്റിലേക്ക് നമ്മളെ പരിഗണിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവരും ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. മാക്സിമം ഫ്രണ്ട്സിന് എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.